അതിപരിശുദ്ധമാകപ്പെടുമാറാകട്ടെ. ഈ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം എനിക്ക് കർത്താവിൻ്റെ സന്നിധി കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ ഈ വിലയേറിയ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ ഇന്ന് ഈ ശുശ്രൂഷ മധ്യേ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ തന്നെ മക്കൾക്ക് ദൈവം പകരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആഗ്രഹിക്കുന്ന ഉള്ളത്തെ ദൈവം നിറയ്ക്കും. നിങ്ങളുടെ ഉള്ള എന്താഗ്രഹിക്കുന്നോ ആ ആഗ്രഹത്തിന്റെ നടുവിൽ ദൈവം വചനത്തിലൂടെ നിങ്ങളെ സ്പർശിക്കുവാനിടയാവും. വചനത്തിലൂടെ നിങ്ങൾക്ക് മറുപടി പറയാനിടയാകും. വചനത്തിലൂടെ ദൈവം നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ അനുകൂലമായി എഴുന്നേൽപ്പാനിടയാകും. വചനത്തിലൂടെ സകല ഉറവുകളും തുറക്കുവാനിടയാകും. ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഭയപ്പാടുകൾ മാറുവാനിടയാകും. ഈ വചനത്തിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും കാലങ്ങളായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാനിടയാകും. നിങ്ങൾക്ക് അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവം സാധ്യമാക്കുന്ന ദൈവീകൃപയാണ് ദൈവം ഇന്ന് സംസാരിക്കാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് കൈവിടുകയില്ല എന്ന ദുഷ്ടനായാൽ അവൻ കിട്ടിയിരിക്കുന്ന പല പ്രതികൂലങ്ങളെയും ദൈവം തകർക്കുവാനിടയാകും. ഇതെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. ഒരു കുറുവാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ എപ്രകാരം ആയിരിക്കുന്നുവോ ആ ആയിരിക്കുന്നത് ദൈവം അറിയുന്നു. അപ്പൊ അറിയുന്ന ദൈവം നിങ്ങൾക്ക് ആവശ്യമായ മന്ന തന്ന് നിങ്ങളെ പോഷിപ്പിക്കുവാൻ, വചനമാകുന്ന മന്ന തന്ന് പോഷിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം എന്തുമാത്രം വാഞ്ചിച്ചുകൊണ്ട് ആയിരിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മെ ഓരോരുത്തരെയും ശോധന ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മർമ്മപ്രധാനമായ ഒരു വിഷയമാണ്. നാം ഇതിനകത്തായിരിക്കും നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകൾ, ഇതെല്ലാം ദൈവം തന്നെ ആയിരിക്കണം. നമ്മൾ ആലോചനക്കാരൻ ദൈവമാണ്. ഇത് നാം ഇവിടെ ആയിരിക്കുന്നു. നമ്മുടെ ആലോചനകൾ നമ്മുടെ മാനുഷിക ആവശ്യങ്ങൾക്കുള്ള ആലോചനകളായ നമ്മുടെ ഹൃദയം നാല് ചുറ്റും ആവലാതിപ്പെട്ടുകൊണ്ട് ആയിരിക്കരുത്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവം തന്നെ പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. നിങ്ങൾക്കറിയാം, തങ്ങൾ ആശ്രയിക്കുന്നവനെ അവനറിയണം. നാം ദൈവത്തിൽ ആശ്രയിച്ചിട്ടിരിക്കണം. കാരണം ദൈവം നമ്മെ അറിയുന്നു, നമ്മെ അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള നിയമം വാഗ്ദത്തം ദൈവം അറിയുന്നു എന്നുള്ളതാണ്. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 2 Korinഥർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. വായിച്ചു കേട്ട വാക്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ വചനത്തിലൂടെ ദൈവാത്മാവ് തന്നെ മക്കളോട് സംസാരിക്കുന്നതിനൊക്കെ സ്തോത്രം. അടിയേൽപ്പിക്കുന്നു. ശുശ്രൂഷ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവിക വിടുതലുകൾ ദൈവം അയക്കും. മഹത്വം ദൈവം എടുക്കും. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ ശ്രേഷ്ഠ ദാസൻ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹത്തെ അറിയിക്കുകയാണ്. ഈ ദൈവത്തെ നാം അറിഞ്ഞിട്ട് അറിയാത്തതുപോലെയല്ല ജീവിക്കേണ്ടത്. അറിഞ്ഞു എന്നും അറിഞ്ഞ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കണം. ഒരു ദൈവഭയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അടിസ്ഥാനത്തിന്മേൽ മാത്രമേ ദൈവത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിവിടെ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ ഈ വചനത്തിലൂടെ സംസാരിക്കുന്നതിന് കാണുവാൻ സാധിക്കും. വായിക്കാം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് ഇന്ന് 7-ാം ദിവസവും, ഈ പ്രാർത്ഥനയുടെ 7-ാം ദിവസവും ദൈവത്തിന് പറയുവാനുള്ളത് മാത്രമാണ്. ഈ ആയിരിക്കുന്ന ഇത്രയും ചുരുക്കം പേരിൽ പലരുടെയും ഹൃദയം പല രീതിയിൽ വ്യതിചലിച്ചും ഭാരപ്പെട്ടും ഭയപ്പെട്ടും പ്രത്യാശയോടും
സങ്കടത്തോടും എന്ന് വേണ്ട നമ്മുടെ ആപരാധികൾ ഒന്നിനു പുറകെ ഒന്നായി പെരുമാറുക പോലെ മനുഷ്യ ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും ഈ ലോകത്തിൽ നിന്ന്. ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനോട് ദൈവത്തിൽ സംസാരിക്കാനുള്ളതാണ്, എന്റെ കൃപ നിനക്ക് മാറി. ഇത് നാം വിശ്വസിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ആര് തന്നെ ആയിരുന്നാലും ഒരിക്കലും ഭാരപ്പെടരുത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, ദൈവം തന്നെ പറയുന്നു. എന്നിട്ട് ഒരിക്കൽ നീ ഒരു ഭാരം ചുമക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിത ഭാരം, നിന്റെ ജീവിതത്തിലെ യാതൊരു ഘട്ടത്തിലും നിനക്കൊരു ഭാരമെന്ന് തോന്നുന്ന ഒന്ന് നീ ചുമക്കരുത്. കാരണം ഞാനൊരു ചുമട് തന്നെ നിന്നോട് കൂടെ ഉണ്ട്. ചുമട് തന്നെ ഞാനായിരിക്കുമ്പോൾ നീ എങ്ങനെ ചുമട് തോന്നുവാൻ ഭാരമെന്ന് ഈ ചുമട് തോന്നുന്നുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് ഈ ഭാരം ചുമന്നുകൊണ്ട് പുതുകൊടുത്തുകൊണ്ട് ഈ ഭാരം ചുമന്നുകൊണ്ട് അസാധ്യമെന്ന് ചിന്തിക്കുന്ന പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഇതേ ഭാരം ചുമക്കുമ്പോൾ തന്നെ ദൈവം തന്നെ പറയുന്നത്, നിന്റെ ഭാരം ഇവിടെ വെച്ചുകൊള്ളുക. ദൈവം നിന്നോട് കൂടെ സംസാരിക്കുന്ന ദൈവമാണ്. കാരണം എന്റെ കൃപ നിനക്ക് മതിയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് പ്രാപിക്കുവാൻ, അത് പ്രാപിച്ചുകൊണ്ട് ആ കൃപയ്ക്കുള്ളിൽ പരിപാലിക്കപ്പെടുവാൻ, ആ പരിപാലനത്തിന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് ദൈവം ചോദിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അപ്രകാരം ജീവിതം പറയുന്നത് പോലെ എളുപ്പത്തിൽ കരസ്ഥമാക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ഈ ലോകത്തിലെ ശബ്ദങ്ങൾ നമുക്കറിയാം. ജഡമോഹങ്ങൾ, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിക്രിയ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം നാം ലോകത്തിന് മക്കളാകുവാൻ, ദൈവത്തെ ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിന് മക്കളാകുവാൻ, ലോകത്തിന് മക്കളാകുവാൻ ആഗ്രഹിക്കുന്ന ആകുവാൻ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ അതിനെന്തെയും അതിൽ പിടിച്ചു കയറും. അവൻ അതിൽ പിടിച്ച് നമ്മൾ തകർക്കും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥത ഉണ്ടാകുകയില്ല, ഒരു സമാധാനം ഉണ്ടാകില്ല. കാരണം ലോകത്തിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ഏറ്റവും പറയുന്ന ദൈവം പറയുമ്പോൾ ആ കൃപയ്ക്കുള്ളിൽ സകലത്തിൽ പരിപാലിക്കപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുവാൻ സർവശക്തനായി ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നിവർത്തിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ ശരീരം കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ കീഴടങ്ങി ഈ ലോകത്തിന്റെ ഇടമുള്ള കണ്ണോടെ ജീവിതത്തിന്റെ മുതൽ മൂന്നും നമ്മുടെ ശത്രുക്കളായി ആത്മീയ ജീവിതത്തിന് തടസ്സമായിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ദൈവം പറഞ്ഞിട്ടുള്ള ഈ പൊതുവായിട്ടാണ് പൗലോസിന് കൊടുത്ത ഈ ധൈര്യം, എന്റെ കൃപ നിനക്ക് മതി. പക്ഷേ അതുകൊണ്ട് നാം തൃപ്തിപ്പെടണം. അത് പോരാ എന്ന് പറയരുത്, ഇതെന്റെ കൃപ എന്ന് പറയരുത്, ഈ കൃപ എന്താ പ്രയോജനം എന്ന് പറയരുത്. ഈ കൃപയിൽ നിൽക്കുമ്പോഴും എത്രയോ കാലത്തിന് നിന്റെ ജീവിതം തന്നെ നശിച്ച് നിന്റെ സകലതും നഷ്ടപ്പെട്ട് നീ ജീവച്ഛമായിരിക്കുന്ന അവസരം കടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നീ നിൽക്കുന്നു, നിർത്തിയാണെന്ന് ചിന്തിക്കണം. നീ സകലത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന മരിച്ചെന്ന അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ നീ അവിടെ ആയതുകൊണ്ട് അതിലേക്ക് എത്തുന്നു. നിന്റെ ജീവിതം ഒരു മരിപ്പ് പോലെ ആയിരുന്നുവെന്ന് നീ ചിന്തിച്ചിരിക്കാം. പക്ഷെ ഇന്ന് ഈ ദൈവത്തിന് വേണ്ടി കേൾക്കാൻ നിർത്തിയിരിക്കുന്നു. ഇതുവരെ നിർത്തി, ഇതുവരെ പരിപാലിച്ചു, ഇതുവരെ ഭക്ഷണത്തെ മാനം ചെയ്തു. സകലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവോളം നാം ആസ്വദിച്ചുകൊണ്ടായിരിക്കുന്നു. ഇതും എന്റെ വെളുത്തല്ല, ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവ ഭേദത്തിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം സംസാരിക്കുന്നതാണ്, എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം പറയുന്നതിന് കാരണം കൂടെയുണ്ട്. അടുത്ത വായിക്കാം. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം പറയുവാൻ കാരണം എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഇത് ദൈവം പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ വിദ്യാസമ്പന്നൻ, അതുപോലെ തന്നെ എല്ലാ രീതിയിലും ധനാഠ്യമൊക്കെ ആയിരുന്ന ചരിത്രം പറയാൻ ആഗ്രഹിക്കില്ല. നമ്മുടെ വിഷയം അതല്ല. ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് നാം നിർത്തുവാനായിരിക്കണം. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് ദൈവത്തിന് എടുക്കേണ്ട തീരുമാനം, ഞാൻ എന്തായാലും ദൈവത്തിൽ പ്രാപിക്കണം, ഞാൻ എന്തായാലും ദൈവത്തിന് കുട്ടികൾ മാറ്റി എന്നിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നത് ദൈവിക കൃപയുടെ ആക്കവും തൂക്കവും ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ദൈവം ഒരു കാര്യം സംസാരിച്ചാൽ അതിന് അർത്ഥമുണ്ട്. ആ
ഇപ്പോൾ വായിച്ചത് എന്റെ ശക്തി ബലഹീനതയിൽ തിരികെ വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ നാം ചിന്തിച്ചാൽ മനസ്സിലാകും, ദൈവം എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് എന്റെ ശക്തി ബലഹീനതയിൽ തിരികെ വരുന്നതാണ്. പലപ്പോഴും നാം ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം ചില കാര്യങ്ങൾ കൂടുതലെ വളരെ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു നിമിത്തം കടന്നു വന്നിട്ട് ആ പ്രശ്നത്തിൽ ഒരു അത്ഭുത കൂടുതലേ. അപ്പോൾ നാം മറ്റൊന്ന് ചിന്തിക്കുകയില്ല. അപ്പോൾ ചിന്തിക്കുന്നത് പ്രകാരമാണ്. കാരണം എന്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ പറ്റും ഇതെങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇത് ദൈവം ചെയ്തതാണ് ഓർക്കുന്നില്ല, എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചു. അപ്പോൾ എന്റെ കൃപ നിനക്ക് മതി, നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം എന്റെ കൃപയാൽ ഇത് നിന്നെ നിർത്തിയതാണ്, ഞാൻ നിന്നതല്ല, ഇത് ദൈവം നിർത്തിയതാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുവാൻ അപ്പോഴും സമയം കാണില്ല. അതാണ് ഞാൻ ചിന്തിക്കാൻ. നാം ഭാരപ്പെട്ടുകൊണ്ട് അനേക വിഷയങ്ങളിൽ കടയിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും കൂടുതൽ നമ്മുടെ പ്രാർത്ഥന വിഷയത്തിന് അത്ഭുതം പ്രവർത്തിക്കുന്നു. അതിന് കാരണം ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ എടുക്കല്ല, അതിന് ആരെങ്കിലും ദൈവം നിമിത്തമായി ഉപയോഗിക്കും. നിമിത്തമായി ഉപയോഗിക്കുന്നത്, നിമിത്തമായി നാം അനുഭവിക്കുന്നത് ദൈവം അയച്ചിട്ടാണ്. നമുക്കറിയാം ഏലിയാവിനെ പോറ്റ് ദൈവപ്രകാരം നമുക്കറിയാം, വിധവയുടെ കടഭാരം മാറ്റുവാൻ ഒരു ദൈവത്തിന്റെ ദൂതനെ അയച്ചിട്ട് അവിടെ ദൈവം പ്രവർത്തിക്കുന്നതാണോ നമുക്കറിയാം. ഒഴികെ ഭണികളിൽ നാം കടം തീർക്കുവാൻ നിന്റെ മക്കളെ അടക്കപ്പെടുത്തി ചേർക്കാമെന്ന് ദൈവം പ്രവർത്തി, അത് നിങ്ങൾക്കറിയാമല്ല. ഇതുപോലെ ദൈവം പലപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് പൗലോസിനോട് പറയുവാനുള്ളതാണ്, എന്റെ ശക്തി ബലഹീനതയിലേക്ക് വരുന്നു എന്ന് പറയും. അത് ദൈവം പറഞ്ഞെങ്കിൽ, ദൈവം പറഞ്ഞ ഈ വിഷയം, ഈ 9-ാമത്തെ വാക്യം പൗലോസ് തന്റെ ശുശ്രൂഷ ദൈവാന്തം ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം അയച്ചു വയ്ക്കുകയും ഈ ഒരു വിഷയം പൗലോസിന് അതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അതിന് തെളിവ് തന്നെ ഇവിടെ ഉണ്ട്. അതിലെ 7-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ അതിയായി വിളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ഇടത്തൊരു ശൂലം തന്നിരിക്കുന്നു. അവർ പറയുന്നത് ദൈവം കൊടുത്ത കൃപ, വെളിപ്പാടുകളുടെ ആധിക്യം. അപ്പം ദൈവം വെളിപ്പാടുകൾ കൊടുക്കാറുണ്ട്. നമുക്ക് പലരും ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്, ദൂത് പറയുന്നുണ്ട്. ഇത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ. അപ്പൊ അതിനർത്ഥം നമുക്ക് തന്നെ അറിയാം, വെളിപ്പാട് മാത്രമല്ല, അതിനേത് കാര്യങ്ങൾ വെളിപ്പെട്ട് വരത്തക്ക ഒരു കൃപ. പൗലോസ് ചിന്തിക്കുന്നത് പോലെ തന്നെ എന്നിട്ട് ദൈവത്തോട് എന്താണ് ചോദിക്കുന്നത് അതിനുപരിയായി പൗലോസിനെ പകർന്നുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ദൈവം പൗലോസിനെ അപ്രകാരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസിനെ മനസ്സിലായി വെളിപ്പാടുള്ള ആധിക്യം എന്താണെന്ന്. തന്റെ ഈ ജഡമായ ശരീരത്തിലായിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ തന്നെ താൻ ചിന്തിക്കുന്നത് പോലെ, താൻ ആഗ്രഹിക്കുന്നത് പോലെ, താൻ ശുശ്രൂഷിക്കുവാൻ എന്താണോ താൻ പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിക്കുന്നത് നിവർത്തിക്കുവാൻ താൻ എവിടെയായിരുന്നാലും തന്റെ ശുശ്രൂഷയ്ക്ക് യാതൊരു പ്രവർത്തനം കൂടാതെ വണ്ണം ദൈവം പരിപാലിക്കപ്പെടുവാൻ താൻ ചെല്ലുന്നിടത്തൊക്കെ തനിക്ക് അവിടെ ഏത് ശത്രുവിന്റെ മുന്നിലും മേശ വിളിക്കുവാൻ തനിക്ക് ആവശ്യമുള്ളത് മുന്നിലെ ഇറങ്ങി ദൈവം മറ്റുള്ളവരുടെ തനിക്ക് വേണ്ടുന്നത് ചെയ്യുവാൻ സകല ഒരുക്കങ്ങളും ഒന്നുമില്ലാതെ തിരിച്ച പൗലോസിനെ ദൈവം ഒരുക്കി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടെങ്കിൽ വെളിപ്പാട് ആധിക്യത്താൽ ഞാൻ അതിയായി വിളിച്ചു പോകാൻ നിൽക്കണം ആവശ്യമാണ്. അതിയായി വിളിച്ചു പോകാതിരിക്കാൻ വായിക്കാം. എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് ചരിത്രം പല രീതിയിൽ പറയുമ്പോൾ നമ്മുടെ വിഷയമല്ല. എന്താണ് ഈ സാത്താന്റെ ദൂതന എന്നുള്ളത്? അല്ലെങ്കിൽ പരിമിതമായ ബലഹീനതകളും കാര്യങ്ങളും ചില രോഗങ്ങളൊക്കെ ഉണ്ടായി ചരിത്രങ്ങൾ പറയുന്നു. അതൊന്നും കൂടാതെ വേദപുസ്തകത്തിൽ പറയുന്നില്ല. ബോധാനിക്കേണ്ടതിന് സാത്താന്റെ ദൂതനെ തന്നെ കിടക്കുന്നു. മഹോന്നതനായ ദൈവത്തിന്റെ ഉയരെ കയറും കൂടെ
തന്നെ ദൈവം അത് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഈ വിഷയം. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിനെ ഞാൻ 3 വട്ടം കർത്താവിനോട് പറയുന്നത്, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിനെ ഞാൻ കർത്താവിനോട് 3 വട്ടം അപേക്ഷിക്കുന്നതാണ്. നാം പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നാം 1 വട്ടം പ്രാർത്ഥിക്കാറുണ്ട്, 2 വട്ടം പ്രാർത്ഥിക്കാറുണ്ട്, 7 ദിവസം പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ 20 ദിവസം 21 ദിവസം നമ്മുടെ പ്രാർത്ഥന കൂടാണ്. എന്തിനാണ്? ദൈവത്തിൽ നിന്നൊരു വിടുതൽ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് സകല അന്യായ ബന്ധനങ്ങളെ അടിക്കുന്നതാണ്, ലോകത്തിന്റെ അമർക്കകളെ തകർക്കുന്നതാണ്. എല്ലാവരെയും ഏത് പ്രതികൂലത്തിൽ നമ്മൾ സ്വതന്ത്രരായി വിട്ടയക്കേണ്ടതാണ്. കാര്യം ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ വിളിച്ചു. അടിമത്തിൽ പിന്നെ ഈ കുടുങ്ങിപ്പോകുന്നത് തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തു തന്ന സ്വാതന്ത്ര്യം, ക്രിസ്തു നമ്മെ അടിമയുഗത്തിൽ നിന്നും വിടുവിച്ചെടുത്തതാണ് എന്ന് വിശുദ്ധ ബൈബിൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ പൗലോസിന് വന്ന ആ പ്രതികൂലത്തിൽ നടത്താൻ 3 വട്ടം പ്രാർത്ഥിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അവിടെ പറയുന്നത് എന്നെ വിട്ട് നീങ്ങേണ്ടതിനെ ഞാൻ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, 1-ാം വട്ടം പ്രാർത്ഥിച്ച് കാണാം, വിടുതൽ നടന്നില്ല. 2-ാം വട്ടവും പ്രാർത്ഥിച്ച് കാണാം, വിടുതൽ നടന്നില്ല. പൗലോസിന് കാര്യമൊന്നും മനസ്സിലാക്കുന്നില്ല. 1-ാം വട്ടവും പൗലോസിന് കാര്യം മനസ്സിലാക്കുന്നില്ല. ഈശ്വരനിരിക്കണമെങ്കിലും എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ, എനിക്ക് ബലഹീനതകളുണ്ട്, എന്നാൽ ബലഹീനതയിൽ ഞാൻ ശക്തി പ്രാപിച്ചു വരുന്നു, എനിക്ക് പലവിധമായ ബുദ്ധിമുട്ട് താഴെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ടിന് നടുവിൽ ഞാൻ സകലതും സമ്പന്നൻ എന്ന പോലെ തന്നെ ഞാൻ ജീവിക്കുന്നു എന്നും പൗലോസ് മനസ്സിലാക്കുന്നില്ല. അതിന്റെ കൃപ ദൈവത്താണെന്നും അപ്പോൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ 3 വട്ടം പ്രാർത്ഥിച്ചു. 1-ാം വട്ടം പ്രാർത്ഥിച്ചു, ദൈവം മറുപടി കൊടുത്തില്ല. 2-ാം വട്ടം പ്രാർത്ഥിച്ചു, ദൈവം മറുപടി കൊടുത്തില്ല. പൗലോസിന് മനസ്സിലായിരുന്നില്ല. 3-ാം വട്ടം പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. നാം നമ്മുടെ വിഷയങ്ങൾ നൽകി പലവട്ടം നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് സംസാരിക്കാൻ ഒരു സമയമുണ്ട്. അതുവരെ നാം കാത്തിരിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് പറന്നൊരു ദിവസം ഈ ഭൂമിയിൽ നമ്മുടെ സന്നിധിയിലും അപ്രകാര സമയം ദൈവം നമുക്കായി നിയോഗിച്ചിട്ടുണ്ട്. ആ ദൈവത്തിനായി കാത്തിരിക്കുക, ആ ദൈവത്തിന് വിടുതലിനായി കാത്തിരിക്കുക. അതുപോലെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 1-ാം വട്ടം പ്രാർത്ഥിച്ചു, 2-ാം വട്ടം പ്രാർത്ഥിച്ചു, 3-ാം വട്ടം പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. മനസ്സിലാക്കുക, 2 വട്ടവും സംസാരിച്ചില്ല. സംസാരിക്കുന്നതിന് കാരണമാണ് ഇവർ നമ്മൾ മനസ്സിലാക്കട്ടെ. എന്താണ് നാം മനസ്സിലാക്കുന്നത്? ഇന്ന് ദൈവം നമ്മൾ തന്നെ ശോധന ചെയ്യും. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അപ്പോൾ തന്നെ വിടുതൽ നാം ഉണ്ടായി, പിന്നെ നാം പ്രാർത്ഥിക്കുമോ? ഇല്ല. അപ്പൊ പൗലോസ് എത്ര ദിവസം പ്രാർത്ഥിക്കണമെന്നും പൗലോസിന് മനസ്സിലാക്കാത്തതിനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്നുള്ള വചനപ്രകാരം ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്റെ വചനങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കും. ദൈവത്തെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനങ്ങളെ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ വെളിപ്പെടുത്തുക, വചനത്തിലൂടെ ദൈവം അറിയിക്കുക. അതുപോലെ ദൈവം ചിന്തിച്ച് കാണും. അപ്പൊ ഈ 2 വട്ടവും പ്രാർത്ഥിച്ചിട്ട് 3-ാം വട്ടം പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് ഈ 7-ാം ദിവസം, ഈ പ്രാർത്ഥനയുടെ 7-ാം ദിവസവും ദൈവത്തിന് ഈ സന്ധ്യാസമയത്ത് പറയുമെന്ന് നാം ഇത് പ്രാപിക്കണം. എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം പറയും. ദൈവം വിളിച്ച് വേദനിച്ച് ശുശ്രൂഷ കേൾപ്പിച്ചവനെ ദൈവം ശുശ്രൂഷ കേൾപ്പിച്ച ശുശ്രൂഷ കൃപയും പകർന്നിട്ടുണ്ട് എന്ന് പൗലോസിനും അതുപോലെ മനസ്സിലായില്ല. എന്നാൽ ദൈവം അത് വെളിപ്പെടുത്തിയപ്പോൾ, ദൈവത്തിന്റെ വചനത്തെ വെളിപ്പെടുത്തിയപ്പോൾ, അത് അറിയിച്ചപ്പോൾ പൗലോസിന് കാര്യം അവിടെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് പറയുവാനുള്ളത് ദൈവം തന്നെ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുമ്പോൾ മാത്രമേ ദൈവം എന്നത്തിന് വെളിപ്പെടുത്തൂ എന്നുള്ള വചനപ്രകാരം ആ വെളിപ്പാട് ദൈവം നമ്മളിലൂടെ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. പലപ്പോഴും എന്റെ ജീവിതത്തിൽ ദൈവം സംസാരിച്ച വിഷയങ്ങളുണ്ട്, പുറത്തു പറഞ്ഞാൽ പറയുവാൻ പറ്റാത്ത വിഷയങ്ങൾ.
ഒരു ചുമ്മാ ഒരു ചെയ്യുമ്പോൾ നമുക്ക് എന്നോട് കാണിച്ച ചില കൂടുതൽ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ഇപ്രകാരം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ആസ്തികൾ, എന്നാൽ ഈ കോടികൾ കൊണ്ട് ഇവൻ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രോഗം ചിലപ്പോൾ പിടികളുമായി എന്റെ മനസ്സിൽ തോന്നുന്നതാണ്. തീർച്ചയായും അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ തന്നെ അവന് ജീവനം ചെയ്തു അവസാനിച്ചു. അത് ഒരു 100 അനുഭവം പറയുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഇത് ദൈവമാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം സ്നേഹിക്കുന്നവരോട് ദൈവം സംസാരിച്ചോടെ, പിന്നെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് കാണാം, ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ, ഈ യഹോവ നല്ലവണ്ണം തിരിച്ചറിയുവാൻ തക്കവണ്ണം നാം ദൈവത്തിന് നമ്മെ സമർപ്പിക്കുന്നില്ല. എനിക്കും അത് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ദൈവങ്ങളുടെ പല ആവർത്തികൾ പല വിഷയങ്ങളുടെ ദൈവം ആലോചന തരുമ്പോൾ പിന്നത്തെ ഒരു ദുഷ്ടന്റെ ആലോചന പറയുക ഇങ്ങനെ ഒന്നും നടക്കുന്നു. പക്ഷെ കൃത്യമായിട്ട് 3 അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഈ ചിന്ത ഇപ്പോഴാണ് സംഭവിച്ചത്. അതുപോലെ എന്റെ കണ്ണാൽ കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചു. ദൈവം സംസാരിച്ചു. ദൈവം ഉപയോഗിക്കാനാകുന്ന വ്യക്തിയോട് ദൈവം സംസാരിക്കും. ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആർക്കും കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയില്ല, ഒരു ദൈവത്തിന് കീഴ്പ്പെടുന്ന വ്യക്തിയില്ല. കാരണമാണ് അവസാനം ബൈബിൾ സ്കൂളിൽ 10ാമത്തെ ദാസന്റെ കാഴ്ചയിലാണ് ഞാൻ അവിടെ പ്രിൻസിപ്പൾ കാലത്താണ് ഞാൻ അവിടെ ചെന്നത്. കുറച്ചു കാലത്തെ ഞാനുണ്ടായിരുന്നു. ആർക്കും കീഴ്പ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നതിന് കാരണം തന്നെ ആരെയും വിശ്വാസമില്ല. ഇത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഉറച്ച വിശ്വാസം. അപ്പോഴേക്കും ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം നല്ലവരാണെന്ന്, ദൈവം സൗഖ്യം കൂടുതൽ ഇപ്പോഴുള്ള ചെറിയ കാര്യം മാത്രമേ അറിയാവൂ. പക്ഷെ ദൈവം അന്നേ എന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ഞാൻ പിന്നത്തെ മനസ്സിലാക്കി. ഞാനത് പറയുമ്പോഴാണ് നിങ്ങൾ ഈ ദൈവത്തെ സ്നേഹമാണ്. ദൈവം എന്ന് പറയുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കുക. കാരണം ദൈവത്തോടൊരു പറ്റി ചേരാൻ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കുക. ഞാൻ എവിടെയിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പറ്റിയിരിക്കാത്ത വിടുതൽ ഇല്ല എന്നാണ് പഠിക്കുന്നത്. അതാണ് ആടുകളുടെ ഞാനാണ്. നിങ്ങൾ എന്റെ ആടുകളാണ്. എന്റെ ആടുകളെ ഞാൻ തിരികെയിരിക്കുന്നു. എന്റെ ആടുകളെ ഞാൻ ശബ്ദം കേൾക്കുന്നു. അവരാണ് ദൈവത്തോട് പറ്റിയിരിക്കുന്നത്. നാം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ കാര്യം, ഈ ദൈവത്തിന് അറിയുന്നവർ, ദൈവത്തെ തിരിച്ചറിയുന്നവർ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളല്ല. ആകാശം ഭൂമിക്കുന്നത് വേർതിരിക്കുന്ന പോലെ നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ തമ്മിൽ അത്രയും വ്യത്യാസമാണ്. അവിടെ പ്രവാചക പുസ്തകത്തിലാണെന്ന് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ആയിത്തീരണം. ദൈവത്തോട് പറ്റിയിരിക്കണം. നമുക്കൊരു വിടുതൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ പറ്റിച്ചേരാൻ ദൈവത്തോടുകൂടെ തന്നെ ആയിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കും. ഏത് നേരത്തും അവൻ എന്നെ പിരിഞ്ഞൊരു ജീവിതം അവൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെ പറ്റിയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്റെ മക്കളെ ഞാൻ ആളുകളെ പോലെ ഞാൻ അണച്ച്, കുഞ്ഞാളുകളെ കൈക്കണച്ച്, ബാക്കി ആളുകളെ തട്ടി ഒരിടയത്തെ ശുശ്രൂഷയാണ് ദൈവം നമ്മൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവം ഒരിക്കലും തന്റെ മക്കളെ പിരിഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. അപ്പൊ ഈ പറ്റിച്ചേരൽ പറയുമ്പോൾ ഏത് നേരത്തും നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പ്രചോദിക്കും. ഏത് നേരത്തിലും പ്രവർത്തിയുടെ തീർച്ചയായിട്ടും നാം സാധിക്കും. നമ്മുടെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്തുതി ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഏത് ജോലി ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ സ്തുതി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് പറയാൻ മനസ്സുകൊണ്ടാണ്, ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. ബാക്കി പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കിരിക്കാം. ഇപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് അനുഗ്രഹമായി തീരുന്നു. ഞാൻ പ്രവൃത്തി സാധ്യമാണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യത്തിനുള്ളിൽ ഞാൻ ചിലത് ചെയ്യുന്നു. അതെല്ലാം ദൈവത്തിന് സാധ്യമാകുന്ന കൃപയാൽ ഞാൻ ഒരിക്കലും രക്ഷിച്ചു പോകാൻ ഇടയായത്. പിന്നെ അതിനോട് ഞാൻ ഒരു വ്യക്തിയോട് സൂക്ഷിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും ആ സംസാരിക്കുന്ന വചനത്താൽ ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു ആ ദൈവസ്നേഹത്തിലുള്ള ഒരു അത്ഭുതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കണം.
എന്ന് നാം ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നാം സംസാരിക്കേണ്ടത്. അത് വിജയം തന്നെ പറയുന്നത്, നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കുവാനാണ് ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹിച്ചത് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന്റെ ശിഷ്യത്വം പ്രാപിച്ചുകൊണ്ട് ബാക്കി ലോകത്തിൽ സകല ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ സകല ജാതികളെ ശിഷ്യരാക്കി കൊടുക്കുന്നതാണ് ദൈവത്തിന് നമുക്ക് തന്ന ഒരു വാഗ്ദത്തം. അപ്രകാരം ശിഷ്യരാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാം ചിന്തിക്കേണ്ട വചനങ്ങളാണ്. അടുത്ത വചനം താഴോട്ട് വായിക്കാം. മനസ്സിലാക്കണം, ഇവിടെ ഞാൻ നേരിട്ട് പോയ സാധാരണ നിങ്ങൾ തന്നെയാണ് പറയുന്നു. അതെന്നോട് പ്രാർത്ഥിച്ചു. ആകയാൽ എന്റെ ബലഹീനതയിൽ ഇതിലേക്ക് വരുന്നെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു ശേഷം ആകയാൽ എന്ന് പറയുന്നത് കാരണം എനിക്ക് കാര്യത്തിന്റെ ഗൗരവം, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പകർന്നിരിക്കുന്നത്, ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്ന ഉദ്ദേശം, ഇതൊക്കെ പൗലോസിന് പിടികിട്ടി. ദൈവം പറഞ്ഞ വാക്കുകളാൽ, ദൈവം കൊടുത്ത മറുപടിയാൽ, 3 വട്ടം പ്രാർത്ഥന, 3-ാം വട്ടം എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസിന് പറഞ്ഞപ്പോഴാണ് പൗലോസിന് കാര്യം മനസ്സിലായത്. നാം കാര്യം മനസ്സിലാകാതെ പലപ്പോഴും ഭാരപ്പെടുന്ന അവസ്ഥ നമുക്ക് വരാം. എന്റെ ജീവിതത്തിൽ ഒരുപാട് കിടന്നു ഞാൻ അനുഭവിക്കാറുണ്ട്. ഇതിന് അവിടെയെല്ലാം ദൈവം കാത്തത് ഈ വചനപ്രകാരം ദൈവത്തിന്റെ ഒരു കൃപ ഒന്ന് മാത്രമാണ് എന്നെ പുണ്യത്തിലാണ് മനസ്സിലെങ്കിൽ ഇന്ന് ഈ കാട്ടാക്കട പട്ടണത്തിന്റെ എന്റെ ഒരു സ്ഥാപനം കൊണ്ട് കാണുകയില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപ, ദൈവം ഒരുവന് വേണ്ടി ഒന്ന് കണ്ടിരുന്നാൽ അവനെ ദൈവം ഉപയോഗിക്കുമെന്നൊക്കെ അവൻ ദൈവത്തിന്റെ കടക്കെ ഏൽപ്പിച്ച ദൈവം അവന്റെ ജീവിതത്തിൽ അവൻ ചോദിക്കുന്നതിന് നിനക്കുന്നതിനും അധികം ആ ദൈവം പകരുവാൻ മതിയായവരാണ്. നാം ചോദിക്കുന്നതല്ല, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നതയായി നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുമെന്ന് 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പറയുന്നു. അതിനൊരു കാരണമുണ്ട്. ആ ഭക്തനായ ദാവീദ് പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു എന്നൊരു തീരുമാനിച്ചു കഴിഞ്ഞാൽ, ദൈവിക വ്യവസ്ഥയ്ക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് അടിസ്ഥാനം വിട്ടുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കീഴടങ്ങി കഴിഞ്ഞാൽ ദൈവത്തിന് നന്മയും കരുണയും നിന്റെ ആഴ്ചകളൊക്കെ നിന്നെ പിന്തുടരും എന്ന് പറയാനല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ സാധിക്കില്ല. അവന്റെ തീരുമാനമാണ് യഹോവയുടെ ഇടയിലാണെന്ന് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് അവനങ്ങ് തീരുമാനിക്കുന്നു. കാരണം യഹോവയുടെ ഇടയിൽ അതിലേക്ക് ഒരു മാറ്റമില്ല എന്ന് ദരിദ്രനെ ദാവീദ് ഉറപ്പിച്ച് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയും. പിന്നെ അവന് മുട്ടുണ്ടാകുന്നതിന് യഹോവയുടെ ഇടയിലാകുന്നത് അവന്റെ തീരുമാനം. എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള അവന്റെ വിശ്വാസവും താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന വാഗ്ദത്തവും. പിന്നെ അവന്റെ അവസാനം നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുമെന്നല്ലാതെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നീ അന്വേഷിച്ച് കളയാന്ന് പറയാൻ പറ്റുമോ? ഇത് നാം ഹാസ്യമായിട്ട് പറയണമെങ്കിൽ പറയുന്ന കാര്യമുണ്ട്. ഇത് അവന്റെ തീരുമാനമാണ് ഇവിടെ തന്നെ കാരണം. ഈ തീരുമാനമാണ് അവന്റെ ജീവിതത്തിൽ അടിസ്ഥാനം. തീരുമാനമില്ലാതെ ഒരിക്കലും പ്രവർത്തിക്കുന്ന ദൈവമല്ല. നമ്മുടെ തീരുമാനത്തിന് അടിസ്ഥാനം വിട്ടുകൊണ്ട് നാം കർത്താവിന്റെ തന്നെ കുട്ടികളെ മടക്കിയാൽ മാർക്ക് 100-ന് 50 മാർക്ക് 100-ന് 100 വീഴുന്നു. നാം പലപ്പോഴും ചിന്തിക്കും, ഞാൻ ദൈവത്തിന് കുട്ടികളൊക്കെ ഞാൻ സമയം പല സ്ഥലത്ത് ചെയ്യുന്നതിനായിട്ട് പലരും ചെയ്തില്ല ചെയ്തു. പക്ഷെ എന്റെ മാർക്ക് 100 നോക്കുമ്പോൾ 25, 30, 40, 45, 50, 60, 70, 75 100 എത്തുന്നില്ല. മുഴുവനായിട്ടൊന്ന് ദൈവത്തിൽ പ്രാപിക്കുവാൻ ആ വാതിൽ തുറന്ന് ആ ദൈവീയ കൃപയിൽ പരിപാലിക്കപ്പെടുന്ന ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ ഉള്ളത്തെ ആഗ്രഹിക്കുന്ന ഉള്ളത്തെ നിറയ്ക്കുമെന്നുള്ള നിറവ് ഒന്ന് പ്രാപിക്കാൻ പറ്റില്ലെന്ന് പലപ്പോഴും പറയുമ്പോഴും നമ്മുടെ തീരുമാനം ഉണ്ടോ നോക്കണം. യഹോവയുടെ ഇടയനാകുന്ന തീരുമാനത്തിലാണോ നാം നിൽക്കുന്നത്? യഹോവയുടെ ഇടയനാകുന്ന തീരുമാനത്തിൽ നിൽക്കുന്ന
ദൈവത്തെ പറയുന്നതാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അങ്ങനെ തീരുമാനം ചെയ്യുന്ന നാം വായിക്കുമ്പോൾ ആ വാഗ്ദത്തവും നമ്മുടെ നാമം തന്നെ തരും, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണ്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും എന്നുള്ള ആ ദൈവിക വാഗ്ദത്തം ഒരിക്കലും നമ്മുടെ ഒരു നന്മ നാം അന്വേഷിക്കേണ്ടത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സകലതും മുന്നമേ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവസ്ഥലത്തെ ഒരുക്കി കാത്തിരിക്കുകയാണെങ്കിൽ യഹോവയുടെ ഇടയനാകുമെന്ന് നാം തീരുമാനിക്കണം. എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നത് മുട്ടുകൾ തുറക്കപ്പെടും, അന്വേഷിക്കുക കണ്ടെത്തും. ഇതെല്ലാം ദൈവം അന്വേഷിക്കുക നമ്മുടെ കടമ. കണ്ടെത്തുന്നത് വാഗ്ദത്തം, മുട്ടുകൾ തുറക്കപ്പെടും. ഇതെല്ലാം നിയമത്തോട് കൂടിയാണ്. ഓരോ വാഗ്ദത്തത്തിനും ഓരോ നിയമങ്ങളുണ്ട്. അപ്പൊ ഈ നിയമത്തോട് കൂടിയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമെന്നൊക്കെയുള്ള നിയമങ്ങളെ നടുവിൽ എന്തെല്ലാം കട്ടതയും കയ്പുവെള്ളം ആണെന്ന് നമുക്ക് തോന്നിയാലും, ഇത് എപ്രകാരം എന്ന് നാം ചിന്തിച്ചാലും ആ കയ്പുവെള്ളം നാം കുടിക്കുക തന്നെ വേണം. അതല്പം കയ്പായി, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് മധുരമായി തീരും. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നാം ഈ ദൈവത്തിന്റെ ദൈവിക വായ്പാകണം. അല്പം കെട്ടത് അനുഭവിക്കേണ്ടി വന്നാലും നിന്റെ കിടക്കയെല്ലാം മാറ്റി പിടിക്കും. നിന്റെ കട്ടതയുടെ കിടക്കയെല്ലാം മാറ്റി പിടിക്കും. ദൈവം വാഗ്ദത്തം മനുഷ്യപ്പെടുന്നതല്ല. അതുപോലെയാണ് ഇവിടെ ആകയാൽ പൗലോസിന് ഈ ആകയാലെന്നുള്ള മനസ്സിലാക്കേണ്ടത്. പൗലോസിന് സകല കാര്യവും ഈ ഒരു വാക്യത്തിലൂടെ പൗലോസിന് ദൈവം പറഞ്ഞപ്പോൾ തന്നെ എല്ലാം വെളിപ്പെട്ട് മനസ്സിലായി. താൻ പ്രാർത്ഥിച്ചതൊക്കെ മണ്ടത്തല്ല. ദൈവം സകലം തന്നാണ് എന്നെ പറഞ്ഞു വിട്ടത്, എന്നെ ഏൽപ്പിച്ചത് ഉദ്ദേശിക്കുമെന്നുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഈ ജൂലൈയിലോട്ട് നീക്കേണ്ടതിന് 3 വട്ടം പ്രാർത്ഥിച്ചത് അത്രയും ആ സമയത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് പൗലോസ് ചിന്തിച്ച് കാണാൻ കാര്യം. പൗലോസ് അത്ര ബുദ്ധിമാനാണ്. ഇത് എത്ര ബുദ്ധിമാനായി ചിലതൊക്കെ ദൈവം വെളിപ്പെടുത്തിയാലേ എന്റെ അനുഭവത്തിൽ ചിലപ്പോൾ ഞാൻ ഒരു പലതിനും ചില വിഷയം കൊച്ചു വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കി കൊച്ചു വിഷയം, കാരണം അത് അവരുടെ ബുദ്ധിക്ക് ദൈവം കൊടുത്തതാണ്. അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഇതാണ് വിഷയം. അതുപോലെ ഇവിടെ മനസ്സിലാക്കുമ്പോഴാണ് ആകയാൽ എന്നുവെച്ചാൽ സകലതും തനിക്ക് ഈ വാക്കുകളിലൂടെ മനസ്സിലായി എന്ന് പൗലോസ് അവിടെ വീണ്ടും ഒരു തീരുമാനത്തോടെ ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതാണ് നമ്മുടെ വിഷയം. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കണം എന്ന് നാം തീരുമാനിക്കണം. ആ ശക്തിയാണ് നമുക്ക് ആവശ്യം. ആ ശക്തി നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ യാതൊരു ഹേതുവയും കൂടാതാണ് നമ്മെ പരിപാലിക്കുവാന്നൊക്കെ പറഞ്ഞ ദൈവം പരിപൂർണമായി വിളിച്ച് നമ്മെ ശക്തീകരിക്കുവാൻ പറയാറ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കണം. അപ്പോൾ എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞത് ക്രിസ്തു എന്റെ ശക്തി ബലഹീനത തിരിഞ്ഞു വരുന്നു എന്ന് ദൈവം പഠിപ്പിച്ച കാര്യം പൗലോസിന് അതുവരെ മനസ്സിലായില്ല. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവശ്യിക്കേണ്ടത്. അപ്പൊ ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവശ്യിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആ ശുശ്രൂഷ ചെയ്തതെന്ന് ഉള്ള കാര്യം പൗലോസിന് മനസ്സിലായി. അത് മനസ്സിലാകാത്തത് മഹാമണ്ഡത്തരമായി പോയി എന്ന് പൗലോസ് ചിന്തിക്കുകയാണ്. നമുക്ക് പലപ്പോഴും ഇതുപോലെ മണ്ഡത്തരങ്ങൾ പറ്റാറുണ്ട്. ദൈവത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നാം മണ്ടന്മാരാകരുത്. ദൈവമില്ല എന്ന് മൂഢനാണ് ഹൃദയത്തിൽ പറയുന്നത്. അവർ ഭക്ഷണന്മാരായി വേച്ചമായ രീതികൾ പ്രവർത്തിക്കുന്നു. സമ്പ്രദായമല്ല ഇവിടെ പൗലോസ് പറയുന്നത് കാര്യം മനസ്സിലാക്കി ആകയാൽ പിന്നെ അവന്റെ വിഷയം എന്റെ ശക്തി ബലഹീനതയെ തിരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പൗലോസിന്റെ വിഷയം ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി അതിൽ ആവശ്യിക്കേണ്ടത് എന്ന് വെച്ചാൽ കാര്യം പിടികിട്ടി. ഇനി മറ്റൊന്നും നോക്കേണ്ടതില്ല. ഇനി ക്രിസ്തുവിന്റെ ശക്തി കുറെ കൂടെ തന്റെ മേൽ പടർത്തുന്നതൊക്കെ
ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടത്. ആ ശക്തി എന്നിൽ വസിക്കണം. ആ ശക്തിയാൽ ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യണം. ആ ശക്തിയാൽ എനിക്ക് ഉത്തരവാദിത്തം നടത്തണം. ആ ശക്തിയാൽ എല്ലാ പ്രതിഫലങ്ങളെയും തീർക്കണം. ദൈവത്തിന് വിരോധമായി പോകുന്ന എല്ലാ കോട്ടയും ഇടിപ്പത്തക്കവണ്ണം ആ ശക്തി ആവസിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും ഓടണം. ഇതൊക്കെ പൗലോസ് തീരുമാനിച്ച് കാണുമെന്ന് എന്റെ ചിന്തയ്ക്ക് ഞാൻ പറയുന്നതാണ്. അതാണ് ആകെ ക്രിസ്തുവിന്റെ ശക്തിയെ ആവശ്യപ്പെട്ടത്. വായിക്കാം. ഞാൻ പിന്നെ എന്താണ് പറയുന്നത്? പിന്നെ അത് സംസാരത്തിൽ കാണാം. ക്രിസ്തുവിന്റെ ശക്തി ഒന്നുകൂടെ ആവശ്യിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം താൻ അതുപോലെ അനുഭവിച്ചത് 10 ദിവസം അല്പനേരം പുറകോട്ട് തിരിഞ്ഞ് നോക്കാം. എന്തെല്ലാം പ്രതിസന്ധികളൊക്കെ വന്നു. അപ്പോഴൊക്കെ ഈ വിഷയമാണെന്ന് പൗലോസ് ഇതിന്റെ വലിയ ദൈവം പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് സാധാരണ വിഷയമല്ല. ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിൽക്കുമാറാകണമെങ്കിൽ ഈ കൃപയ്ക്കുള്ളിൽ ഈ ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവശ്യിക്കേണ്ടതിന്, എന്റെ തലമുറകളിൽ വസിക്കേണ്ടതിന്, എന്റെ പ്രാർത്ഥന വിഷയങ്ങളിൽ വസിക്കേണ്ടതിന്, എന്റെ കുടുംബത്തിൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാ ദിവസങ്ങളിൽ ഈ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കണം. എന്റെ മേൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽ, നമ്മുടെ വിഷയങ്ങളുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, ഭർത്താവിന്റെ മേൽ, മക്കളുടെ മേൽ, നമ്മുടെ ജീവിത പരിപാലനത്തിന്റെ മേൽ, നമ്മുടെ ലോകങ്ങളുടെ മേൽ, ഭാരങ്ങളുടെ മേൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ശത്രുവിന്റെ മേൽ, സകലത്തിന്റെ മേൽ ക്രിസ്തുവിന്റെ ശക്തി ആവശ്യിക്കാൻ തക്കവണ്ണം ദൈവം കൃപ പകരണം എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ അതിസന്തോഷത്തെ നേരത്തെ സങ്കടത്തോടെയാണ് എന്ത് ചെയ്തത് ഈ കുത്തു ഏറ്റെടുത്തത്. എന്താണ് പിന്നെ അതിസന്തോഷത്തോടെ ആദ്യം സങ്കടത്തോടെ കുത്തേക്കുന്നത്. ഓരോ കുത്തു കുത്തുമ്പോഴും സാധാരണ ഓരോ കുത്തുമ്പോഴും സങ്കടമായിരുന്നു. അതുകൊണ്ടാണ് പിന്നത്തെ പറയുന്നത് അതിസന്തോഷത്തോടെ ക്രിസ്തുവിന്റെ ശക്തി നിലാവസിക്കേണ്ടതിനെ അതിസന്തോഷത്തോടെ. അപ്പൊ സന്തോഷത്തോടെ നിരന്തരമാണെങ്കിൽ നേരത്തെ സങ്കടത്തോടെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാര്യം മനസ്സിലാക്കാതെ വരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാകും. കാര്യം മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഇതിലേക്ക് വിടുതലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഞാൻ നിന്നയല്ല, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, ദൈവം പ്രവർത്തിച്ചേ മതിയാവൂ. ഇത് നമുക്ക് ഉറപ്പുണ്ടായി. അപ്പോഴാണ് ഹൃദയത്തിന് തീ കത്തുന്നത്. ഞാൻ ദാനത്തിന് തീ കത്തി. ഞാൻ അവിടുത്തെ സംസാരിച്ചു. ചിലതൊക്കെ പിടികിട്ടിയപ്പോൾ, ചിലതൊക്കെ പിടികിട്ടാതിരിക്കുമ്പോൾ അവിടുത്തെ സംസാരിക്കാൻ കഴിയില്ല. പിടികിട്ടിയാൽ അതെല്ലാം തുറക്കും, അവിടുത്തെ സംസാരിക്കും. അത് കൃപ അത്ര അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്റെ പരിഗണന പ്രശംസിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം ജനിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ഇതെല്ലാം മുമ്പേ താൻ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കൃപയ്ക്കുള്ളിലുള്ള പരിപാലനം എനിക്കുണ്ട് എന്ന് പൗലോസിന് മനസ്സിലായി. പിന്നത്തെ പൗലോസ് അത് ഇഷ്ടപ്പെടുന്നു. എന്താണ് കാരണം? ക്രിസ്തുവിന്റെ ശക്തിയെ ആവസിക്കേണ്ടത്. പ്രിയമക്കളെ, നമ്മുടെ ഘട്ടങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ സകലം വരുമ്പോൾ ആ ക്രിസ്തുവിന്റെ ശക്തി നമ്മൾ ആവസിച്ചുകൊണ്ട് ദൈവിക പ്രവൃത്തി നാം ഉള്ളതുകൊണ്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ ശക്തൻ അവിടെ ഒരിക്കലും ഉഷ്ണമാനും ശീതമാനുമാകാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. യോബിന്റെ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കട്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കാരണം. എന്നാൽ കട്ടതയുടെ നടുവിലും കട്ടതയുടെ നടുവിലും ദൈവം വെച്ചിരിക്കുന്ന ആ മഹത്വം
അയ്യോ പറയുന്നത് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവൻ ഒടുവിൽ അവൻ പൊടിപൊടിയെടുത്തുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയാൻ ഏതൊന്നിനായിട്ട് പറയാൻ കാരണം വേറെ ആരും അത് അറിയുന്നില്ല. കാരണം ആ സംഭവം നിങ്ങൾക്ക് അറിയാനില്ല. കട്ടത്തിൽ തള്ളിയിരിക്കുന്നത് സ്വന്തം ഭാര്യയെ തള്ളിപ്പറഞ്ഞു, ഉടനെ തള്ളിപ്പറഞ്ഞു, എല്ലാം തള്ളിപ്പറഞ്ഞു. എന്തോ ഒരിക്കലും അകലം കൊണ്ട് ഒരു പാപവും ചെയ്തില്ല. കാരണം അവനൊരു വിശ്വാസമുണ്ട്. ഇത് ഈ പ്രതികൂലത്തിന്റെ കട്ടതയുടെ നടുവിൽ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ കുടിപ്പിൽ നിർത്തുവെന്നും ഞാൻ അറിയുന്നു. ഇവരൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഇവർ പലതും പറയും, കർത്താവേ ഞാൻ ഇവർ പറയുന്നത് ഞാൻ കുറ്റക്കാരല്ല, എന്നെ ശിക്ഷിക്കരുത്. ഇത് ഞാൻ പറയാൻ കാരണം നാളെ പടത്തിന്റെ കട്ടതകൾ ആയിരിക്കുമ്പോൾ പലരും വന്ന് നമ്മോട് പറയും, നിനക്ക് അറിയോ നീ എന്താ നിന്നെ പിള്ളേർക്ക് ജോലിയുണ്ട്, അതുണ്ടോ ഇതുണ്ടോ അത് കിട്ടും പഠിച്ചു നീ കിടക്കാൻ ഇതൊക്കെ പറയും. ജായ പറയും, കഥറിയാം പക്ഷെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കുന്നു പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ശക്തി എന്നെ ആവശ്യിക്കണം. ക്രിസ്തുവിന്റെ ശക്തി എന്നെ ആവശ്യിക്കണം. ഞാൻ ഏത് കട്ടയുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി അതാണ് മനുഷ്യനെ ആവശ്യം. നമുക്കറിയാം, ഒരു വെള്ളം നടക്കുമ്പോഴേ വഴി കൊടുക്കുമ്പോൾ ചിലവന്മാര് മരഭക്ഷണം വെക്കുമ്പോൾ നീ എന്നിട്ട് പുറത്തങ്ങോട്ട് ഉറങ്ങി പോകും. ചിലവന്മാർ തെളിഞ്ഞ് അങ്ങോട്ട് അവിടെ വാടാൻ വേണ്ടി നിൽക്കും. സംഭവത്തിനാണ് ഇവനറിയാം ഇവനെ തകർക്കാനുള്ള ആരോഗ്യം കഴിവില്ല. ഈ ലോകപ്രകാരം ഞാൻ പറയുന്നത് എനിക്കുണ്ട്. പക്ഷെ മറ്റവൻ ഇവനെ എതിരിടാൻ കഴിയില്ലെങ്കിൽ അവൻ ചെയ്യും. പയ്യെ പഴവുള്ള ദിവസം. അതുപോലെ നമ്മളുടെ ശക്തി ക്രിസ്തുവിന്റെ ശക്തിയാണെന്ന് നമുക്കെതിരെ വരുന്ന എല്ലാ പോരാട്ടങ്ങളുടെ നടുവിലും കൃപ നമുക്കുണ്ടെന്ന് കഴിഞ്ഞാൽ അവനൊന്ന് എത്തി നോക്കുമെന്ന് മണപ്പിച്ചൊക്കെ നോക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്ന കാര്യം ഇവന്റെ അടുത്ത് നിൽക്കഴിഞ്ഞാൽ ഞാൻ കത്തയുള്ളൂ, ഇവനെ കത്തിക്കാൻ പോകുന്ന ഞാൻ കത്തും, അവൻ രക്ഷപ്രാപിച്ച് പോവുകയും ചെയ്യുമെന്ന് അവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു വഴിയായി നമ്മെ നേരിടാൻ വരുന്ന 7 വഴിയായിട്ട് ഓടിപ്പോകും എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓടിപ്പോകണമെങ്കിൽ നാം ഏത് കൃപയ്ക്കുള്ളിലായിരിക്കണം? ക്രിസ്തുവിന്റെ ശക്തി എനിക്ക് ആവശ്യിക്കേണ്ടത്. അത് സന്തോഷത്തോടെ എല്ലാം തകർക്കാൻ ശത്രു നോട്ടമിട്ടുകൊണ്ട് അവൻ ആളുകളെക്കാരായി എന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ ശക്തിയെ ആവശ്യമുണ്ടായിരിക്കുന്ന ഈ പ്രതികൂലത്തിന് നടുവിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്നു എന്ന് ആ ഹൃദയത്തിലാണെന്ന് ആ ഹൃദയത്തിനകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കിയാൽ അവൻ അഗ്നിക്കിരയാവുമെന്ന് മനസ്സിലാക്കി അവനാരും ഓടിക്കാതെ മിണ്ടാതെ അവന്റെ ജോലി ഉപേക്ഷിക്കാൻ പോകും. അവൻ ജോലിക്കായിട്ടാണ് വന്നത്. അവൻ ജോലിയൊക്കെ വെച്ചു കൊടുക്കാം. ജോലി വെച്ചു കൊടുക്കാൻ ഈ ജോലി ഉപേക്ഷിച്ചിട്ട് എന്റെ വീതി കൊണ്ട് ഞാൻ പോണേ എന്ന് പറഞ്ഞാൽ കാരണം ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവശ്യം. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. അടുത്ത ഒരു വാക്യങ്ങൾ വായിക്കാത്തത് 2 Corinthians 10 അധ്യായം 2-ാം വാക്യങ്ങൾ വായിക്കും. ഓടിച്ചു വായിക്കും. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് വീരത കാണിക്കാൻ ഞാൻ ഭാവിക്കുന്നു. അവിടെ തന്റെ ശിശുയുടെ കാലത്ത് പൗലോസ് തൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പൗലോസ് വായിക്കണം. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുത് എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. പൗലോസ് പറയുന്നത് നിങ്ങൾ ജഡത്തിൽ തന്നെ സഞ്ചരിക്കുന്നു, പക്ഷേ ജഡപ്രകാരം ഒരു പോരാട്ടം ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങൾ ശത്രുവിന്റെ നേരെ ഒരിക്കലും ജഡത്തിൽ നിന്ന് ഒന്നും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടുന്നില്ല. ജഡപ്രകാരം ആയിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്ന ചിലരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സമയമൊക്കെ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല. പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് പോരുണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങള് പോരാടുന്നത് ജഡത്താലല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കോട്ടയെടുപ്പാൻ എന്താണ് ഈ കോട്ട? ഈ പോരെന്ന് പറയുന്നത് കോട്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോകത്തിൽ ജഡലോകം കടന്നുപോകാൻ ജീവിതത്തിൽ 3
ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിച്ചാണ് പറയുന്നത്. അപ്പൊ ജഡം കൊണ്ടിടുന്ന ചില കോട്ടകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പറയാറില്ല, നിങ്ങൾക്കറിയാറില്ല. ജഡത്തിന്റെ ചിന്ത മരണം. ജഡത്താൽ ചിലതൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ അത് ലോകത്ത് നിന്ന് വരുന്നത് അത് ജഡത്തിന്റെ ചിന്ത. അപ്പൊ ജഡത്തിന്റെ ചിന്തയാൽ വരുന്ന കോട്ടകൾ, അത് കോട്ടകൾ ഒരുപാട് വിഷയങ്ങൾ പറയാൻ നിങ്ങളെല്ലാം അറിയായിരിക്കും. നാം ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നു, ആവശ്യമില്ലാത്ത ആഗ്രഹിക്കുന്നു, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ആവശ്യമുള്ളത് ചിന്തിക്കുക, ആവശ്യമുള്ളത് ദൈവം തന്നെ ഇന്നത് എന്റെ മക്കൾക്ക് വേണമെന്ന് ദൈവം തന്നെ കരുതുന്നു. ആ കരുതുന്നതിൽ തൃപ്തിപ്പെടണം. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. പൗലോസ് പറയുന്നത് കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിന്റെ ശക്തിയുള്ളവർ തന്നെ. വായിക്കാം. അവയവങ്ങൾ, സങ്കല്പങ്ങൾ. ഞാൻ പറഞ്ഞു ജഡത്താൽ ഉതിർന്നു വരുന്ന സങ്കല്പങ്ങൾ. സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ സങ്കല്പങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്ന ആയുധവും തന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നത് എന്റെ വചനത്തെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതിനെ സങ്കല്പിക്കാൻ പറയുവാൻ കാരണം അതാണ്. അതുപോലെ പറയുന്നത് ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന, അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും പിടിച്ചെടുക്കുവാൻ വേണം നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചിരിക്കണം. ആ ദൈവത്തിന്റെ പരിജ്ഞാനം ഹൃദയത്തിലായിരിക്കും. ആ പരിജ്ഞാനം ദൈവത്തിന്റെ വചനമാണ്. ഞാൻ തന്നെ വെളിപ്പെടുത്തും, എന്റെ വചനങ്ങളെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ആ സമയത്ത് കോട്ടകളിക്കാൻ ശക്തിയുള്ള ആ സമയത്ത് ദൈവത്തിന്റെ വചനത്തെ അറിയിക്കും. കാരണം ഹൃദയത്തിൽ സംഗ്രഹിച്ച വചനത്തിൽ നിന്ന് ഒന്ന് അത് കാണുമ്പോൾ തന്നെ അതാണ് മുന്നിൽ വരും. പിന്നെ ആയുധം വചനമാണ്. ഇതിലെ വാർത്തയുടെ സന്ധി വ്യക്തികളെ വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്ന വചനം നമ്മൾ ഹൃദയത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വേണം പോരാടാൻ എന്നാണ് അർത്ഥം. അത് വായിക്കാം. ഞാൻ വിരോധമായി പോകുന്നത് ഉയർച്ചയാണ്. ഈ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പോകുന്ന ഉയർച്ച, ദൈവത്തിന്റെ വചനത്തിന് താഴെ ദൈവത്തിന് കീഴ്പ്പെട്ടവരുടെ കർത്താവിനെ കീഴ്പ്പെടലും. എന്നാലും നിങ്ങൾ ഉയർത്തും. കർത്താവിനെ കീഴ്പ്പെടണമെങ്കിൽ ഈ വചനത്താൽ കീഴ്പ്പെടണം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യണം. അതാണ് പറയുന്നത്. എല്ലാ ഉയർച്ചയും നാം വായിക്കണം. ഇടിച്ചു കളഞ്ഞ് ഇത് ഇടിച്ചു കളയണമെങ്കിൽ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ പരിജ്ഞാനം പ്രാപിച്ചിരിക്കണം. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത്യത്ഭുതമായിട്ട് ഈ പരിജ്ഞാനം പ്രവർത്തിപ്പാൻ, ഈ പരിജ്ഞാനത്തിൽ പ്രവർത്തിപ്പാൻ കഴിയും. അത് നാം പ്രാപിച്ചില്ലെങ്കിൽ അത്യത്ഭുതം നടക്കുകയില്ല. നിരാശാജനകമായ ജീവിതമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാം അടക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അത്യത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. വായിക്കാം. ഏത് വിചാരത്തെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി തിരഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുക മതി. ഇതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുമ്പോൾ അവർ ധീരത കാണിപ്പാകുന്നതായിരുന്നുകൊണ്ട് അവരുടെ അവസ്ഥയിലൂടെ പൗലോസിന്റെ അവസ്ഥ പറയുന്നു. നിങ്ങൾ ഈ പരിജ്ഞാനത്താൽ അനുസരണം തിരിഞ്ഞു വരുമ്പോ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഉള്ള ഒരുക്കം നീ പ്രാപിച്ചിരിക്കും. ആ ഒരുക്കം ഇന്ന് രാത്രികാലം ഈ വചന ശുശ്രൂഷയിലൂടെ നാം പ്രാപിച്ചിട്ടുണ്ടോ? ഈ പ്രാർത്ഥന 21 ദിവസത്തെ പ്രാർത്ഥനയിലൂടെ ഇത് നാം പ്രാപിക്കും. ക്രിസ്തു യേശുവിനെതിരെ എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് അനുസരണം തികഞ്ഞവനായി ദൈവത്തിനെതിരെ ആയിരിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അനുസരണം തികഞ്ഞവൻ ആരാണ്? എല്ലാ അനുസരണങ്ങളിലും പ്രതികാരം ചെയ്യുവാൻ ഒരുക്കമുള്ളവരാണ് ഈ അനുസരണമുള്ളവൻ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് കുട്ടാളുകളുടെ വേഴ്സനേക്കാളും നല്ലത് എന്ന് വചനം പഠിപ്പിക്കുന്നു. അനുസരണം എന്ന യാഗത്തിനപ്പുറം മറ്റൊരു യാഗം ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മറ്റൊന്നിൽ പ്രസാദമില്ല. അനുസരണമില്ലാതെ എന്തെല്ലാം യാഗങ്ങൾ സമർപ്പിച്ചാലും
ദൈവം അതിൽ പ്രസാദിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ദൈവം എനിക്ക് തന്നിട്ടാണെന്ന് പറയാൻ കാരണം ഏത് കഷ്ടതയുടെ നടുവിൽ ഏത് മോശമായ ജീവിതം പ്രവർത്തിച്ചപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണപരമായി തീരുമാനം തന്നെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ആഗ്രഹം അനേകം അപകടങ്ങൾപ്പെടുത്തിയത് ജീവൻ തന്നെ അപകരിക്കാൻ നോക്കി. പക്ഷെ ദൈവത്തിന് എന്നിലുള്ള ചില പദ്ധതികൾ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുമ്പോൾ പിശാചിന്റെ പദ്ധതി ഒരിക്കലും നടപ്പാകുകയില്ല എന്ന് ദൈവം തീരുമാനിച്ചാൽ പിശാചിന് പിന്നെ അവകാശം പറയുക. ദൈവം അവകാശം പറയുന്ന ഒരു വ്യക്തിയെ പിശാച് അവകാശം പറയും. ദൈവം അവകാശം പറഞ്ഞ ഈ ഒരു രക്ഷകൾ സംഭവിക്കാം. ദൈവ അവകാശം പറയുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണമുള്ളവനായി യോബായിരുന്നു. നാം അപ്രകാരം അനുസരണമുള്ളവനായിരുന്നാൽ പിശാചിന് ദൈവം കൊടുക്കുകയില്ല. പിശാചിന് മാനം പറയാൻ അതാണ് ദൈവത്തിന്റെ അവന്റെ ജീവനെ മാത്രം അതെനിക്കുള്ളതാണ്. ഈ വാക്യം ചെയ്തോ നമ്മളെ കുറിച്ച് ദൈവത്തിനകത്ത് ഇത് തന്നെ മറ്റൊന്നര ദൈവം ആഗ്രഹിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെയാണ് മറ്റവൻ. കൊള്ളക്കാരൻ കൊള്ളയടിച്ചുകൊണ്ട് പോകരുത്. ആ കൊള്ളക്കാരനെ കൊള്ളയടിക്കാൻ വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവപരമായി നമ്മെ വിളിച്ചിട്ടുള്ള കാര്യങ്ങളെ ശ്രമിച്ചുകൂടാ. അടുത്ത അവർക്ക് വായിച്ചു കേൾക്കാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യപ്പെട്ട സമയമായി. ഇന്ന് നിർവഹിക്കുക. അത് നിർവഹിച്ചുകൊണ്ട് നമ്മൾ അനുസരണം ദൈവത്തിന്റെ തിരികെ വരുമ്പോൾ പിന്നെ അനുസരണങ്ങളുടെ കാര്യം പറയേണ്ട കാര്യം. പിന്നെ ഒരുങ്ങി എല്ലാ അനുസരണങ്ങളും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് അതിനെ കഴിയുമെന്ന് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. നിങ്ങളെന്ന് ഒരുക്കമല്ല. നിങ്ങൾ അപ്രകാരം അനുസരണത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ അനുസരണങ്ങളിലുള്ള ഒരുക്കം നിങ്ങൾക്ക് പ്രാപിക്കാം. പിന്നെ അവൻ നിന്നെ തൊടുവാൻ വരികയില്ല. ദൈവത്തിന്റെ വ്യക്തിയുടെ ഒരാളായി ദൈവമാണ് നിന്റെ പരിപാലകൻ, ഇസ്രായേലിന്റെ പരിപാലകൻ. നിന്നെ മയങ്ങാതെ ഉറങ്ങാതെ കാക്കുന്ന ആ പരിപാലകനായിരിക്കട്ടെ. ഈ 7-ാം ദിവസവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പ്രാപിക്കേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രാപിക്കേണ്ടത്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുവാനായിട്ട് തിരുവചനം കുറുവാക്യം പറയുന്നത് തന്നെ എന്റെ കൃപ നിനക്ക് മാറി. അത് ദൈവം പറയാൻ കാണാം. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുണ്ടെന്ന് പറയുന്നു. ഈ അറിവ് നാം ഒരിക്കലും ഏത് ബലഹീനത നടുവിലും ദൈവത്തിന്റെ ശക്തി തികഞ്ഞ് വരുവാത്തോണം. എനിക്ക് മതി, ആ കൃപ മതി ഇന്ന് ഉടമ്പടി നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ പോകാമെങ്കിൽ എല്ലാ അനുസരണക്കേണ്ട തികഞ്ഞ് എല്ലാ അനുസരണങ്ങളും പ്രതികാരം ചെയ്യുവാത്തോണം ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവവേദനായി നിങ്ങൾ ആയിത്തീരും. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ അനുസരണം തികഞ്ഞവരാണെങ്കിൽ ദൈവം ഈ ദൈവ നിങ്ങൾ ഏവരെയും ഭക്തി അനുഗ്രഹിക്കുവാനാകട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ശക്തരാക്കുന്ന